ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു പാൽ കുഴക്കട്ടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചില സ്ഥലങ്ങളിൽ ഇതിനെ പിടിയെന്നും പറയും, ഞങ്ങൾ പാൽ കുഴക്കട്ട എന്നാണ് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചേർത്താൽ മതി, നമ്മളിത് തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ മിക്സിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. മാവ് കുഴയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇനി ഈ മാവിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കണേ. വെള്ളം കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചിട്ട് വരാമേ. മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 1.5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. ഇനി ഈ തേങ്ങാപ്പാൽ തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മാവെല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉരുളകളാക്കണേ. ഞാനൊരു പ്രധാന കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ കുഴച്ച് വെച്ച മാവില്ലേ, അതിൽ നിന്നും ഒരു ഭാഗം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആ തേങ്ങാപ്പാലിൽ കൂടെ ഒഴിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിക്കണമായിരുന്നു. അത് ഞാൻ മറന്നുപോയി. അത് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുകയാണ്. കുഴക്കട്ടയുടെ കറിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഈ മാവ് ഇങ്ങനെ കലക്കി ഈ തേങ്ങാപ്പാലിൽ ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇവിടെ തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ പാൽ കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറെല്ലാം നന്നായിട്ട് കുറുകി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാമേ. ഈ പാൽ കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ കറി വേണമെങ്കിലും ചേർത്ത് കഴിക്കാം. ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് കഴിക്കുകയാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ എനിക്ക് കമൻറ്റായി പറയണേ. പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ.